ഹഫീദ്. നേരത്തെ ജൂൺ 30 എന്നോ മറ്റൊരു തീയതിയായിരുന്നു KPCC പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ സമയമൊക്കെ കഴിഞ്ഞത് സെപ്റ്റംബർ ആയിട്ടും ഒരനക്കവുമില്ല. ഇതിൽ ഒരു തരത്തിലും പോസിറ്റീവായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല പാർട്ടി എന്ന് കണ്ടപ്പോഴാണ് പത്മജ ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തുകയും അതൊക്കെ ചെയ്ത് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ പക്ഷേ ഇങ്ങനെ ഒരു നിലപാടിലേക്ക് ഈ പാർട്ടിക്ക് എത്തേണ്ടി വരുന്നു എന്ന് പറയുന്നതും ഒരു വലിയ നാണക്കേട് തന്നെയല്ലേ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം? അനുജ, അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഇതിലെ ധാർമ്മികത പ്രശ്നമൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായും കുടുംബം ഉന്നയിച്ച സമരഭീഷണി അത് ചെറുതായിരുന്നില്ല. മാത്രവുമല്ല അത് CPM ഉപയോഗിക്കുമെന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയൊക്കെ കണ്ട് മരുമകൾ പത്മജ ഒരു പരാതി നൽകുകയും ആ പരാതിയിലടക്കം വിശദമായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് സർക്കാർ കടക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മാത്രമല്ല ഇത് ഈ വയനാട് DCC എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പം ചെറുതല്ല. പാർട്ടിക്ക് വേണ്ടി ചിലവാക്കാനായി തുകയെടുക്കുന്നത്, പാർട്ടിക്ക് വേണ്ടി ചെലവഴിക്കുന്നു. NM വിജയനെ പോലെയുള്ള ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലടക്കം അത്തരം പരാമർശങ്ങൾ വരുന്നു. പിന്നീട് കുടുംബം സജീവമായി നേതൃത്വത്തിനടക്കം ആരോപണം ഉന്നയിക്കുന്നു. ഒരു ഡെഡ് ലൈനൊക്കെ കൊടുത്തിട്ട് അതിനു മുൻപ് ഇത് എടുത്തു നൽകിയില്ലെങ്കിൽ അത് സ്വാഭാവികമായും പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന തലവേദനകൾ ഏറ്റവും പ്രധാനപ്പെട്ട തലവേദനയാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഒരു നീക്കം നടത്താൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുകയും 60 ലക്ഷം രൂപ ബത്തേരി ബാങ്കിൽ അടച്ചു തീർക്കുകയും ആ കുടിശ്ശിക അടച്ചു തീർക്കുകയും ചെയ്തിട്ടുള്ളത്. ഇനി ഇക്കാര്യത്തിൽ ഈ കുടുംബത്തോടുള്ള കോൺഗ്രസിന്റെ നിലപാട് അത് സ്വാഭാവികമായും ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല കുടുംബം ഇനി ഇക്കാര്യത്തിൽ എന്ത് പ്രതികരണം നടത്തും? അവരുടെ ആവശ്യം അതായിരുന്നു. അതിനപ്പുറത്തേക്ക് വയനാട് DCയിലെ IC ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾക്കെതിരെയുള്ള ആരോപണം നമ്മൾ കേട്ടതാണ്. അപ്പോൾ വയനാട് DCCയിൽ ഇപ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ വിഷയങ്ങളിൽ വരും ദിവസങ്ങളിലെ വരും മണിക്കൂറുകളിലെ പ്രതികരണങ്ങളും ഏറ്റവും പ്രധാനമാണ്. ഏതായാലും KPCC നേതൃത്വം അവരുടെ ഒരു തലവേദന എന്ന രീതിയിൽ അവർക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നമായിരുന്നു. ആ പ്രശ്നത്തെ പരിഹരിച്ചു എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അനുജ, അതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ വാർത്തയാണ് 24 ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കുന്നത്. 24 ആണ് ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നതും. വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബത്തേരിയുടെ ബാങ്കിലെ ചെയർമാൻ രാജശേഖരൻ, DCC ട്രഷററായിരുന്ന NM വിജയന്റെ കുടുംബത്തിന്റെ ബാങ്കിലെ കുടിശ്ശികയാണ് ഇപ്പോൾ അടച്ചു തീർത്തിരിക്കുന്നത്. KPCC 60 ലക്ഷത്തിനടുത്ത് വരുന്ന ഒരു തുക അടച്ചു തീർത്തിരിക്കുന്നു. അവർക്ക് താമസിയാതെ തന്നെ അവരുടെ ആധാരം ഉൾപ്പെടെ തിരിച്ച് ലഭിക്കും എന്നുള്ളതാണ് ബാങ്ക് ചെയർമാൻ ഇപ്പോൾ 24നോട് പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.